അൽഹംദുലില്ലാ, അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹം കൊണ്ട് ഈ പ്രാവശ്യം നമുക്ക് നമ്മുടെ യാത്രയിലൊരു പുതിയ സ്ഥലം കൂടി കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. വീർ ഷിഫ എന്ന് പേരറിയപ്പെടുന്നൊരു കിണർ ഇവിടെ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പല യാത്രകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വിശ്രമിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, റസൂലുള്ളാഹിൻ്റെ ഉമിനീര് കലർന്ന വെള്ളം ഇവിടെ ഉണ്ട്. ആ വെള്ളം കുടിക്കാനും വുളൂ ചെയ്യാനും മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റും. അൽഹംദുലില്ലാ, അങ്ങനത്തെ ഒരു നല്ല സ്ഥലമാണ്. ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഒരുപാട് ബസ്സുകളുണ്ട് ഇവിടെ. ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ യാത്രകളിലും ഇങ്ങോട്ടും നമ്മൾ ആളുകളെ കൊണ്ടുവരും. പ്രാവശ്യം അൽഹംദുലില്ലാ ഇവിടെ നമ്മളെത്തി. ഇനി തുടർന്നുള്ള യാത്രകളിൽ ഇൻഷാ അല്ലാഹ് നമ്മളെ കൂടെ വരുന്ന ആളുകൾക്ക് ഈ സ്ഥലം കൂടി കാണാൻ പറ്റുട്ടോ. ഇനി എല്ലാ യാത്രകളിലും ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞങ്ങളിപ്പോൾ ഉള്ളത് ബിർ ഷിഫ എന്ന സ്ഥലത്താട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമിനീര് കലർന്നൊരു വെള്ളമുണ്ട് ഇവിടെ. മദീന യാത്രയിൽ ഞങ്ങൾ ഹാജിമാരൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഈ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ചരിത്രം പറയുന്നത്, ഈ വെള്ളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് കയ്പ്പ് രസമുള്ളതായിരുന്നു. കുടിക്കാൻ വലിയ ടേസ്റ്റൊന്നുമില്ല. ഇവിടുത്തെ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പരാതി പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഉമിനീരെടുത്ത് ഈ വെള്ളത്തിൽ കലർത്തി. അതിൻ്റെ ശേഷം ഈ വെള്ളം ശുദ്ധമായ നല്ല പാനീയമായി കുടിക്കാൻ പറ്റുന്നതും രോഗങ്ങൾക്ക് ശിഫയുള്ളതുമായി. അൽഹംദുലില്ലാ, നമ്മളെ ഹാജിമാർ ഈ പ്രാവശ്യം ബിർ ഷിഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമിനീര് കലർന്ന വെള്ളം കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഇതാ ഇവിടെയാണ്, രാത്രിയാണ് സമയം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. കാണുന്നതാണ് കിണർ. ഇൻഷാ അല്ലാഹ്.